Hi guys, welcome back to another video. Shiva here. I'm just home after watching Batman. Sorry, Superman. ഞാൻ ഈ ടീഷർട്ടൊക്കെ എടുത്തിട്ട് എൻ്റെ മൈൻഡ് പെട്ടെന്ന് ഞാൻ ബാറ്റ്മാനിലോട്ട് പോയി. സൂപ്പർമാൻ്റെ പുതിയ DC യൂണിവേഴ്സ് എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു മിക്സഡ് അഭിപ്രായമാണ്. കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. കോമിക് വൈസ് ക്യാരക്ടറൈസേഷൻ കാണുകയാണെന്നുണ്ടെങ്കിൽ ആ പഴയ ഹെയർ സ്റ്റൈൽ 90s നമ്മൾ കണ്ടു വളർന്ന സൂപ്പർമാൻ്റെ ലുക്ക്, കളർ സ്കീം, ഡ്രസ്സിൻ്റെ കോസ്റ്റ്യൂംസ്, അതൊക്കെ നമുക്ക് കോമിക്കുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതുവരെ കാണാത്ത ആൾക്കാർക്ക് ഇതൊരു ഫ്രഷ് സ്റ്റാർട്ടായിട്ട് വരുമ്പോഴത്തേക്ക് അവരെ കുറച്ചുകൂടി അട്രാക്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട് മാൻ ഓഫ് സ്റ്റീലിനെയും കാട്ടിലും. പക്ഷേ മാൻ ഓഫ് സ്റ്റീൽ എന്ന് പറയുന്നത് അതിനെ കടത്തി വെത്താൻ പറ്റില്ല. അതവിടെ അതൊരു കൾട്ട് ക്ലാസിക് തന്നെയാണ്. ഞാൻ യൂട്യൂബിലൊക്കെ വെറുതെ ബാക്ക്ഗ്രൗണ്ടിൽ പ്ലേ ചെയ്തിടുമ്പോഴത്തേക്ക് മാൻ ഓഫ് സ്റ്റീലിലെ സീനും അതേപോലെ ബാറ്റ്മാൻ സൂപ്പർമാനും അതൊക്കെ വേറെ ലെവലാണ്. അതിനെ പകരം വയ്ക്കാനായിട്ട് എനിക്ക് വേറെ ഒന്നും തോന്നിയിട്ടില്ല. എനിക്ക് DC എന്ന് പറയുമ്പോഴത്തേക്ക് ആ ഇരുട്ടാണ്. ആ ഇരുട്ട് മാറിയിട്ട് ഇപ്പോൾ ഒരു ലൈറ്റായിട്ടുള്ള ഒരു കളർ ടോൺ വന്നിട്ട് ഈ പണ്ട് ജെറ്റ്സൺ എന്ന് പറഞ്ഞൊരു കാർട്ടൂൺ ഉണ്ടായിരുന്നു, അതിലൊക്കെ ഉള്ളതുപോലത്തെ ഒരു കൈൻഡ് ഓഫ് കോസ്റ്റ്യൂം പോലെ, അല്ലെങ്കിൽ ഇപ്പോൾ വരാൻ പോകുന്ന ഫാൻറ്റാസ്റ്റിക് ഫോർ എന്ന് പറഞ്ഞിട്ട് ഉള്ള മൂവിയുടെ കോസ്റ്റ്യൂം പോലത്തെ രീതിയിലുള്ള, അല്ലെങ്കിൽ അതിൻ്റെ കളർ സ്കീം നമ്മളൊരു വിൻറ്റേജ് ക്യാമറയിൽ ഒരു വീഡിയോ ക്യാമിൽ ഷൂട്ട് ചെയ്യുന്നത് പോലെ, അതാണ് എനിക്ക് കുറച്ചുകൂടെ റിലേറ്റ് ചെയ്യാൻ തോന്നിയിട്ടുള്ളത്. ക്യാരക്ടർ എന്ന് പറയുമ്പോഴത്തേക്കും സൂപ്പർമാൻ അല്ല, സൂപ്പർമാൻ എന്നുള്ള സംഭവത്തിനാണ് കൊടുത്തേക്കുന്നത്. എന്ന് വെച്ചാൽ ഇമോഷണലി ഉള്ള ആ വാൾണറബിലിറ്റീസ്, ആ പോരായ്മകൾ, എടുക്കുന്ന ഡിസിഷൻസുള്ള പ്രശ്നങ്ങൾ, ഇതൊക്കെ അഡ്രസ്സ് ചെയ്യുകയും അതേപോലെ തന്നെ കൂടുതൽ ഫൈറ്റിംഗ് ചെയ്ത് ഉള്ളതിനെക്കാട്ടിലും ആൾക്കാരെ രക്ഷിക്കുന്നതിൽ ആണ് പുള്ളി കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ സ്ട്രൈക്ക് ചെയ്യും. അങ്ങനെ നമ്മൾ ശ്രദ്ധിക്കുമ്പോഴത്തേക്കും ക്യാരക്ടറിലുള്ള ഡിഫറൻസ് നമുക്ക് നല്ലപോലെ ഫീൽ ചെയ്യും. പിന്നെ കുറേ സൂപ്പർമാൻ എടുക്കുകയാണെങ്കിൽ അതിൽ ഒരാൾ മാത്രമായിട്ടുള്ള സൂപ്പർമാൻ, പേര് മാത്രമേ സൂപ്പർമാൻ എന്നുള്ളൂ, ബാക്കി എല്ലാവരെയും പോലെ തന്നെ നമുക്ക് നിർത്താൻ പറ്റും. ഇപ്പോൾ കാർഡ് ഗെയിം കളിക്കുമ്പോഴത്തേക്കും സൂപ്പർമാൻ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള കാർഡ് വെച്ചിട്ട് നമുക്ക് എല്ലാം ബീറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സൂപ്പർമാനോ, അല്ലെങ്കിൽ ഒരു രണ്ട് സൂപ്പർമാനും വേറൊരു സൂപ്പർ ഫൈറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഞാൻ ഈ സൂപ്പർമാനെ ചൂസ് ചെയ്യില്ല. കാരണം എനിക്ക് പേടിയുണ്ട്, ഞാൻ ഗെയിം ചിലപ്പം തോറ്റു പോകും. അല്ലെങ്കിൽ ലെക്സ് ലൂഥർ ചെയ്യുന്നത് പോലത്തെ എല്ലാ മൂവും അറിയാൻ പറ്റുന്ന സൂപ്പർമാൻ അങ്ങനെ രീതിയിൽ ഞാൻ കളിക്കണം. അത് നല്ല രസമാണ്. ലെക്സ് ലൂഥറിന് സൂപ്പർമാൻ്റെ എല്ലാ മൂവ്സും അറിയാമെന്നുള്ളത് കാണിക്കുന്നത്. എനിക്ക് ശരിക്കും ഈ സിനിമയിൽ ആ ഒരു വില്ലൻ ക്യാരക്ടർ ചെയ്തേക്കുന്ന, ആ ഒരു നെഗറ്റീവ് ക്യാരക്ടർ ചെയ്തേക്കുന്ന അത്രയും ഇമ്പാക്ട്ഫുള്ളായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഈ മൊത്തത്തിൽ ലൈറ്റായിട്ടുള്ള മൂവിയിൽ എന്ന് വെച്ചാൽ ഇത് പിള്ളേർക്കായിരിക്കും കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. കാരണം പഴയ സൂപ്പർമാൻ ഫാൻസിന് 10 ഇയേഴ്സായിട്ട് കാത്തിരുന്നിട്ട് അവർക്ക് ഇനി അടുത്തൊന്നും കൊടുക്കാനും പറ്റിയില്ല. ആ യൂണിവേഴ്സിനെ കില്ലും ചെയ്ത് ഞാൻ അതിലൊക്കെ ഉള്ള ജസ്റ്റിസ് ലീഗൊക്കെ പ്രതീക്ഷിച്ചിരിക്കുന്ന വ്യക്തിയായിരുന്നു. നമ്മളൊക്കെ മണ്ടന്മാരാ. നമ്മളെ പിള്ളേർ ഇതൊക്കെ കാണിച്ചു കൊടുത്തിട്ട് കൊണ്ടുപോകും. ഇപ്പോൾ സംഭവം അതല്ല. ഇനി നമുക്ക് പിള്ളേരെയും കൊണ്ട്, എനിക്ക് പിള്ളേരായില്ല, അപ്പോൾ പിള്ളേരായവരുണ്ട്. അപ്പോൾ അവർ സൂപ്പർമാൻ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ കൊണ്ടുപോകുമ്പോഴത്തേക്കും കുറച്ച് ലൈറ്റായിട്ടുള്ള സൂപ്പർമാനാണ്. അപ്പോൾ നമ്മൾ കൊണ്ട് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും ആലോചിച്ച് നോക്കുമ്പോൾ പിള്ളേർക്ക് കാണിക്കാൻ പറ്റുന്ന സൂപ്പർമാൻ ആയിരിക്കില്ല, എല്ലാം വയലൻ്റ് ആയിട്ടുള്ള സൂപ്പർമാനായിരിക്കും. ശരിക്കും ആ ഒരു ഗോർ സീൻസ് ഇതിലില്ലാത്തതുകൊണ്ട് ചിലപ്പോൾ അതും അങ്ങനെ രീതിയിൽ അതാണ് വോക്കായിട്ട് മാറുന്നു എന്ന് പറയുന്നത്. മൂവി മുഴുവനും വോക്കായിട്ട് മാറുന്നു. എനിക്ക് ആ തണ്ടർബോൾട്ടൊന്നും ഇഷ്ടപ്പെട്ടേ ഇല്ല. മാർവൽ ഞാൻ കാണുന്നില്ല എന്ന് തീരുമാനിച്ചതൊക്കെ ഇതേപോലെ ഏത് പടം എടുത്തു കഴിഞ്ഞാലും എനിക്ക് ലാസ്റ്റ് ഭയങ്കര ലൈറ്റായി പോയി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ യൂണിവേഴ്സ് ക്രിയേറ്റ് ചെയ്യുമ്പോഴത്തേക്കും ആ ഗ്രാവിറ്റി, സെൻട്രൽ ഗ്രാവിറ്റി ആ അടുക്കുന്നത് ഇങ്ങനെ വിട്ടുവിട്ട് പല ക്യാരക്ടറായി പോകുമ്പോഴത്തേക്കും ഭയങ്കര ഡൈലൂട്ടായി പോയിട്ട് പിന്നെ ഇവർക്ക് സെയിം ടെംപ്ലേറ്റ് തന്നെ ഇങ്ങനെ കഥ പൊക്കിക്കൊണ്ടിരുന്നിട്ട് മതിയാവും. പിന്നെ അത് കില്ല് ചെയ്യുക, അടുത്ത യൂണിവേഴ്സ് ക്രിയേറ്റ് ചെയ്യുക, കില്ല് ചെയ്യുക. അപ്പോൾ കാരണം പുതിയ ആൾക്കാർ സിനിമ കാണാൻ വരുന്നത് കുറഞ്ഞുകൊണ്ടിരിക്കും. ഫാൻസ് മാത്രം കണ്ടിട്ട് മൂവി നമുക്ക് വിജയിപ്പിക്കാനും പറ്റത്തില്ല. കാരണം അത്രയും വൈഡായിട്ടുള്ള ഒരു ഓഡിയൻസ് വരണം ഇതിന്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ഈ മൂവി ഹിറ്റായിരിക്കും, ഉറപ്പായിട്ട് ഹിറ്റായിരിക്കും. ഇഷ്ടംപോലെ ആൾക്കാർ കയറി കാണും. കാണാത്ത ആൾക്കാർ സൂപ്പർമാനെ പറ്റി പരിചയപ്പെടും. ഇനി DC വരാൻ പോകുന്ന മൂവീസ് കാണാൻ ഭാഗമാവും. ഇനി അപ്പോൾ എത്ര നല്ല മൂവി മാൻ ഓഫ് സ്റ്റീൽ ആയെന്ന് പറഞ്ഞിട്ടും അത് ശരിക്കും ഫ്ലോപ്പായിട്ടാണ് കൺസിഡർ ചെയ്യുന്നതാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. പിന്നെ മ്യൂസിക്സ് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ എടുത്തേക്കുന്നൊന്നും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. മറ്റതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ എൻ്റെ ഞാൻ ഇവിടെ സ്പീക്കറൊക്കെ ഫുൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇരിക്കും. ഞാൻ എൻ്റെ ഫൈറ്റും ഇതും കാണാൻ വേണ്ടിയിട്ട് ചുമ്മാ ബാക്ക്ഗ്രൗണ്ടിൽ എപ്പോഴും പ്ലേ ചെയ്തേക്കും. പിന്നെ ഇതിൻ്റെ ഗ്രീൻ ലാൻഡറിൻ്റെ ക്യാരക്ടറൊന്നും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് മിസ്റ്റർ ടെറിഫിക്കിനെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ബാക്കി ക്യാരക്ടേഴ്സൊന്നും പറയാനായിട്ടൊന്നുമില്ല. ആ റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് നല്ലപോലെ പോർട്രേ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെ പറയാനായിട്ട് അറിയത്തില്ല, ഇല്ലെന്ന് തന്നെ പറയേണ്ടി വരും. പക്ഷേ സൂപ്പർമാൻ്റെ മാൻ സൈഡ്, ആ വൾണറബിൾ സൈഡ് നല്ല രീതിയിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും മൂവി ഈസ് ഗുഡ് മൂവി. ബട്ട് എനിക്കൊരിക്കലും ഈ സൂപ്പർമാനെ എനിക്ക് മൊബൈലിൽ വാൾപേപ്പർ ആക്കാനോ അങ്ങനെയൊന്നും താല്പര്യമില്ല. ഇപ്പം യൂട്യൂബിൽ ഞാൻ ഇനി റീവാച്ച് ചെയ്യും. ഞാൻ ഐമാക്സിലല്ല കണ്ടത്. എനിക്ക് ഐമാക്സിൽ പോയി കാണണമെന്നില്ല, എയർ സ്പേസിൽ പോയി കാണണമെന്നില്ല.
ഓഡിയോ ഇപ്പം ഞാൻ കാളിദാസനെ കണ്ടത് അതുകൊണ്ട് മാത്രമല്ല എൻ്റെ എക്സ്പീരിയൻസിന് മോശമായിട്ട് തോന്നുന്നത്. കാരണം എനിക്ക് അങ്ങനെ തോന്നിക്കഴിഞ്ഞാൽ എനിക്ക് അടുത്തത് പോയി കാണണമെന്ന് തോന്നും. അയ്യോ എനിക്ക് ഇതിൽ വേണമെന്ന് തോന്നും. ഞാൻ ഒരു പടം തന്നെ 3 വട്ടമൊക്കെ കാണും. F1 ഞാൻ 3 വട്ടം കണ്ടു. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു. എനിക്കടുത്ത് 4DXലും കാണണം, ഞാൻ 4ാമത്തെ തവണയും കാണണം. അങ്ങനെ ഇരിക്കുകയാണ് ഞാനിപ്പോൾ. അപ്പോൾ അതൊക്കെയായിരുന്നു കഥ. പിന്നെ ഭാഗ്യത്തിന് ഞാൻ ജുറാസിക് വേൾഡ് റീബർത്ത് പോയി കണ്ടില്ല, രക്ഷപ്പെട്ടു. പിന്നെ ഞാൻ കുറേ പടമായിരുന്നു OTT ഇരുന്ന് കാണുമായിരുന്നു. അതിനെപ്പറ്റിയുള്ള റിവ്യൂ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഇട്ടേക്കാം, കുറച്ച് ഞാൻ സജസ്റ്റ് ചെയ്യുന്ന മൂവീസിനെ പറ്റിയിട്ട്. പിന്നെ അതാണ് ഇതിൽ കൂടുതലും ആൾക്കാരെ സേവ് ചെയ്യുക എന്നുള്ള സൈഡാണ് നോക്കുന്നത് ദാൻ ഫൈറ്റിംഗ് സൈഡിനെക്കാട്ടിലും. നല്ലപോലെ അടി വാങ്ങിച്ച് കൂട്ടുന്നുണ്ട്, നല്ലൊരു തല്ലുള്ളി വാങ്ങിച്ച് പിടിക്കുന്ന സൂപ്പർമാനായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. പിന്നെ എന്താണ് ഞാൻ നോട്ടീസ് ചെയ്തത്, പിന്നെ ഇത് എല്ലാം കാണുമ്പോഴത്തേക്കും അത് ഫിക്സഡ് ആയിട്ട് 2 സൈഡിലും നല്ല പില്ലർ വരും, വെർട്ടിക്കൽ പില്ലേഴ്സ് വരും. ആസ്പെക്ട് റേഷ്യോ അത് നോക്കിക്കോണം. അങ്ങനെ തന്നെ അല്ലെന്ന് പറഞ്ഞ് മാറ്റണം, വലുതായിട്ട് വലിച്ചു നീട്ടിയിടേണ്ട ആവശ്യമില്ല. വേൾഡ് വൈഡ് റിലീസ് ചെയ്യുമ്പോഴത്തേക്കും അങ്ങനെ വരാവൂ എന്നും പറഞ്ഞാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ നിങ്ങൾ കാണുമ്പോഴത്തേക്കും അത് 16:9 പോലെ ഫുള്ള് ഇതിൽ ബാറൊന്നും ഇല്ലാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രൊജക്ടർ ഓപ്പറേറ്ററിനകത്ത് പറഞ്ഞിട്ട് മാറ്റുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് 3D എക്സ്പീരിയൻസ് കറക്റ്റായിട്ട് കിട്ടത്തില്ല. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, 2D തന്നെ കാണാനായിട്ട് ശ്രമിക്കുക. എനിക്ക് തോന്നുന്നു 2D കാണുന്നതായിരിക്കും നല്ലത്. 3Dനെ പറ്റി പറഞ്ഞില്ല. 3D കൺവേർട്ടഡ് ടു 3D ആണ്. ഐമാക്സ് ക്യാമറ വെച്ചല്ല ഷൂട്ട് ചെയ്തേക്കുന്നത്, ഐമാക്സ് പറഞ്ഞേക്കുന്ന ക്യാമറ വെച്ചാണ് ഇതൊക്കെയാണ് ഷൂട്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ അതിൻ്റേതായ ഇതുണ്ട്. എനിക്ക് ഐമാക്സിൽ കാണേണ്ടതായിട്ടുള്ള സംഭവമായിട്ടൊന്നും തോന്നുന്നില്ല. നിങ്ങളെന്തായാലും പിള്ളേർക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. കാരണം അത്രയും ബ്ലഡ് ഷെഡ്സ് ഇല്ല. ശരിയാണ്, ബ്ലഡ് ഷെഡ്സ്. പക്ഷേ സൂപ്പർമാൻ അങ്ങനെ സൂപ്പർമാനോടുള്ള ഇൻട്രസ്റ്റ് പോവും ചിലപ്പോൾ. മനസ്സിലായോ, അയ്യോ ഇതത്ര സൂപ്പർ അല്ലല്ലോ, സൂപ്പർമാൻ എന്ന് വിളിക്കുന്നതിന് അങ്ങനെ തോന്നും ഒരു രീതി ചിന്തിക്കുകയെന്നുണ്ടെങ്കിൽ. കാരണം ബാക്കി എല്ലാത്തിൻ്റെയും ഒരു ഗോഡ്ലി ആയിട്ടാണ് സൂപ്പർമാനെ നമ്മൾ കോമിക്കായിട്ടാണ് കാണുന്നെങ്കിൽ പോലും നമ്മൾ കണ്ടിട്ടുള്ളത്. ബട്ട് ഇതിൽ അങ്ങനെയല്ല. ഇനി വരുമ്പോഴത്തേക്കും അങ്ങനെ ആവുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവോൾവായി ബിൽഡായി വരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിഞ്ഞൂടാ. എങ്ങനെയാണ് ഇനി ക്യാരക്ടർ ഫോർമേഷൻ പോകുന്നതെന്ന് അറിഞ്ഞൂടാ. പിന്നെ വേറെ എന്താണ്, എന്തായാലും മിസ്സായ മ്യൂസിക്സ്, VFX ഒക്കെ ഇപ്പോൾ അതാണ് പറഞ്ഞത്. എനിക്ക് മാൻ ഓഫ് സ്റ്റീൽ തന്നെയാണ് ഇത് സൂപ്പർമാൻ്റെ ഏറ്റവും ബെസ്റ്റ് സൂപ്പർമാൻ എന്ന് എനിക്ക് പറയാനുള്ള. അപ്പോൾ ഇനി വരുന്ന മൂവീസിൽ കാണാം. അപ്പോൾ ടിൽ ദെൻ ശിവ സൈനിങ് ഔട്ട്. പീസ് ഔട്ട്, ബൈ ബൈ, ലവ് യു ഓൾ, ടേക്ക് കെയർ. വേറെ വീഡിയോ കാണാമേ.